ഐക്യരാഷ്ട്രസഭയുടെ 79ാമത് ജനറൽ അസംബ്ലി കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ വെച്ച് നടക്കുകയുണ്ടായി. ഏതാണ്ട് ലോകത്ത് ആകമാനമുള്ള 193 രാജ്യങ്ങളാണ് അസംബ്ലിയിൽ പങ്കെടുത്തത്. ഓരോ രാജ്യത്തിൻ്റെയും പരമോന്നത നേതാക്കന്മാർ വിവിധ ചർച്ചയിൽ അവിടെ പങ്കെടുത്തു. അവർ വിവിധ വിഷയങ്ങളും അവിടെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയും അമേരിക്കൻ പ്രസിഡൻ്റായ ബൈഡനും അവിടെ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഊഴമായിരുന്നു. അതുകൊണ്ട് തന്നെ 50ലധികം ഇസ്ലാമിക ശക്തമായ ആ വാക്കുകൾ ത്രസിപ്പിക്കുന്ന ആ വാക്കുകളാണ്. ആ വാക്കുകൾ എല്ലാ ഭാഷയിലേക്കും മൊഴിമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കു വേണ്ടി ഈ പ്രസംഗം ഞങ്ങൾ മൊഴിമാറ്റം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ വർഷം ഞാനിവിടെ വരുവാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. എൻ്റെ രാജ്യം യുദ്ധത്തിലാണ്, ജീവന് വേണ്ടി പോരാടുകയാണ്. പക്ഷേ ഈ വേദിയിൽ പ്രസംഗിച്ച ആൾക്കാർ എൻ്റെ രാജ്യത്തിന് എതിരെ പറഞ്ഞ നുണകൾ കേട്ടപ്പോൾ ഇവിടെ വന്ന് സത്യം പറയുവാൻ ഞാൻ ഉദ്ദേശിച്ചു. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുവാനും സത്യം അറിയിക്കുവാനുമാണ് ഞാനിവിടെ വന്നത്. സത്യം ഇതാണ്: ഇസ്രായേൽ സമാധാനം തേടുന്നു. ഈ കൊലപാതകികൾ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, ലോകത്തെ നശിപ്പിക്കുവാനും നമ്മളെല്ലാം അന്ധകാരത്തിലേക്ക് തള്ളിവിടുവാനും കൂടിയാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനതയുടെ മുമ്പാകെ വെച്ച അതേ കലാതീതമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഭാവി തലമുറകൾക്ക് നാം അനുഗ്രഹമാണോ ശാപമാണോ എന്ന് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അറിയുന്നത് എന്ന് മോശ പറഞ്ഞു. ഇന്ന് നാം അഭിമുഖീകരിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ്. ഇറാൻ്റെ തുടർച്ചയായ ആക്രമണത്തിൻ്റെ ശാപം, അല്ലെങ്കിൽ അറബിയും ജൂതനും തമ്മിലുള്ള ചരിത്രപരമായ അനുരഞ്ജനത്തിൻ്റെ അനുഗ്രഹം. ആ പ്രസംഗത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ അനുഗ്രഹം കൂടുതൽ ശ്രദ്ധേയമായി. സൗദി അറേബ്യയിലും ഇസ്രായേലും തമ്മിലുള്ള കരാർ എന്നത്തേക്കാളും ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചതായി തോന്നി. എന്നാൽ ഒക്ടോബർ 7 ശാപം വന്നു. ഗാസയിൽ നിന്നും ആയിരക്കണക്കിന് ഇറാനിയൻ പിന്തുണയുള്ള ഹമാസ് ഭീകരർ പിക്കപ്പ് ട്രക്കുകളിലും മോട്ടോർ സൈക്കിളിലും ഇസ്രായേലിലേക്ക് കടന്നു കയറി. അവർ സങ്കല്പിക്കാനാകാത്ത ക്രൂരതകൾ ചെയ്തു. 1200 പേരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. അവർ സ്ത്രീകളെ പീഡിപ്പിക്കുകയും പുരുഷന്മാരുടെ തല വെട്ടുകയും ചെയ്തു. നാസി ഹോളോകോസ്റ്റിനെ അനുസ്മരിപ്പിക്കുന്ന എത്തിയ 117 പേരെ ഉൾപ്പെടെ 154 പേരെ ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കിയുള്ള ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ വിശ്രമിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുടുംബ അംഗങ്ങളിൽ ചിലർ ഞങ്ങളുടെ കൂടെയുണ്ട്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇട ഈ കാണുന്ന എലിസ്റ്റയുടെ മകനായിരുന്നു. അതായിരുന്നു അവൻ്റെ കുറ്റം, ഒരു സംഗീതോത്സവം. ഹോമി സറോവനയുടെ മകൻ ജോനാഥാൻ കൊല്ലപ്പെട്ടു. ആ മൃതദേഹം ഗാസയിലേക്ക് കൊണ്ടുപോയി ഒരു മൃതദേഹത്തെ ബന്ദിയാക്കി. ധീരനായ അറബ് ഇസ്രായേൽ സൈനികനായ മുഹമ്മദിനെ ഹമാസ് കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഗാസയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സലീം ഇവിടെയുണ്ട്. അതേ സംഗീതോത്സവത്തിൽ തന്നെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഇഫത്ത് ഹൈമാൻ്റെ മകൾ ഇൻവറിൻ്റെ മൃതദേഹവും ഹമാസ് അതുപോലെ തന്നെ ചെയ്തു. ഷാരോൺ ഷറാഫിയും ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ
സഹോദരനും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇപ്പോൾ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. തീവ്രവാദികൾ തുടച്ചു നീക്കിയ മറ്റൊരു കുടുംബത്തിലെ ചില അംഗങ്ങൾ ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട്. സന്തോഷകരമാണെന്ന് പറയട്ടെ, അവരുടെ അമ്മയുടെ മോചനം ഞങ്ങൾ നേടി. പക്ഷേ അവരുടെ പിതാവ് ഇപ്പോൾ ഹമാസിൻ്റെ തുരങ്ക നരകത്തിൽ വീർപ്പൂട്ടുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ വിശുദ്ധ ദൗത്യം പൂർത്തിയാക്കുന്നവരെ ഞങ്ങൾ പരിശ്രമം ഒഴിവാക്കിയില്ല. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഒക്ടോബർ 7 ശാപം ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആരംഭിച്ചു. പക്ഷേ അതവിടെ അവസാനിച്ചിട്ടില്ല. ഉടൻ തന്നെ ഇറാൻ രൂപീകരിച്ച 6 യുദ്ധമുഖങ്ങൾ കൂടി സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഒക്ടോബർ 8 ലെബനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിച്ചു. അതിനുശേഷം അവർ 8000 റോക്കറ്റുകളാണ് ഞങ്ങളുടെ പട്ടണങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ, ഞങ്ങളുടെ സാധാരണ പൗരന്മാർക്ക് നേരെ തൊടുത്തുവിട്ടത്. 2 ആഴ്ചയ്ക്ക് ശേഷം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇത്തരത്തിലുള്ള 250 ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇന്നലെ ടെൽ അബീബിന് നേരെ ലക്ഷ്യമാക്കിയതുൾപ്പെടെ സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ്റെ ഷിയ മിലിഷ്യകൾ ഡസൻ കണക്കിന് തവണ ഇസ്രായേലിന് നേരെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ അയച്ചു. ഇറാൻ പിന്തുണയുള്ള യഹൂദിയയിലെയും സമരിയയിലെയും പലസ്തീൻ തീവ്രവാദികൾ അവിടെയും ഇസ്രായേലിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തി. കഴിഞ്ഞ ഏപ്രിൽ ആദ്യം ഇറാൻ സ്വന്തം ദേശത്ത് നിന്ന് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. 300 ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഞങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു. യഹായിലെ സ്വേച്ഛാധിപതി എൻ്റെ വക ഒരു സന്ദേശമുണ്ട്: നിങ്ങൾ ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇസ്രായേലിൻ്റെ കൈകൾക്ക് എത്താത്ത സ്ഥലം ഇറാനിൽ ഇല്ല. മുഴുവൻ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ. അറുകൊലയിലേക്ക് നയിക്കപ്പെടുന്ന ആട്ടും കുട്ടികൾ എന്നതിനു പകരം ഇസ്രായേൽ സൈനികർ അസാമാന്യമായ ധീരതയുള്ളവരാണ്. ഈ അസംബ്ലിക്കും ഈ ഹാളിന് പുറത്തുമുള്ള ലോകത്തിന് നൽകാൻ എനിക്ക് മറ്റൊരു സന്ദേശമുണ്ട്: ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഈ സപ്തമുഖ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ സ്വയം പ്രതിരോധിക്കുന്നതിനായി അനുഗ്രഹത്തെയും ശാപത്തെയും വേർതിരിക്കുന്ന വരികൾ ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ അവതരിപ്പിച്ച ഭൂപടമാണിത്. അതൊരു അനുഗ്രഹത്തിൻ്റെ ഭൂപടമാണ് ഇത്. ഇസ്രായേലും അതിൻ്റെ അറബ് പങ്കാളികളും ചേർന്ന് ഏഷ്യയിലെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം രൂപീകരിക്കുന്നതിനായി ഇത് കാണിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മെഡിറ്ററേനിയൻ കടലിനും ഇടയ്ക്കായി പാലത്തിന് കുറുകെ ഞങ്ങൾ റെയിൽ ലൈനുകളും ഊർജ പൈപ്പുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും എന്നിവ സ്ഥാപിക്കും. ഇത് 2 ബില്യൺ ജനങ്ങളുടെ പുരോഗതിക്ക് സഹായിക്കും. ഇത് 2ാമത്തെ മാപ്പിൽ നോക്കുക. അതൊരു ശാപത്തിൻ്റെ ഭൂപടമാണ്. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ മെഡിറ്ററേനിയൻ വരെ ഇറാൻ അടിച്ചേൽപ്പിച്ച ഭീകരതയുടെ ഭൂപടമാണ് ഇത്. ഇറാൻ്റെ പ്രവർത്തനം കാരണം അന്താരാഷ്ട്ര ജലപാതകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു. അത് വ്യാപാരങ്ങളെ തടഞ്ഞിരിക്കുന്നു. അത് രാജ്യങ്ങളെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളിൽ ദുരിതം വരുത്തുന്നു. ഒരു വശത്ത് ശോഭനമായ അനുഗ്രഹവും പ്രതീക്ഷയുടെ ഭാവിയും, മറുവശത്തോ തീവ്രവാദത്തിൻ്റെ ഭാവിയും കിടക്കുന്നു. ഈ 2 ഭൂപടവും ഇസ്രായേലിൻ്റെ ഒരു ശാപം മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കണം. ഇറാൻ്റെ ആക്രമണം തടഞ്ഞില്ലെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൽ മിക്ക രാജ്യങ്ങളിലെയും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലെയും അപകടത്തിലാക്കും. കാരണം ഇറാൻ മിഡിൽ ഈസ്റ്റിന് അപ്പുറത്ത് തീവ്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവർ 5 ഭൂഖണ്ഡങ്ങളിലേക്ക് അവരുടെ തീവ്രവാദത്തിന് ഫണ്ട് നൽകുന്നു. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുവാൻ
ആണവ ആയുധത്തിന് അവർ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നു. ഏറെക്കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിച്ചു. ഇറാനിലെ അടിച്ചമർത്തലിന് നേരെ കണ്ണടച്ചു. അവരുടെ അന്താരാഷ്ട്ര മേഖലയിലെ കടന്നുകയറ്റത്തിന് എതിരെ കണ്ണടച്ചു. ആ പ്രീണനം അവസാനിപ്പിക്കണം. ഈ ദുഷിച്ച ഭരണത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇറാനിലെ ധീരരായ ജനങ്ങളെ ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കണം. ഉത്തരവാദിത്വമുള്ള സർക്കാരുകൾ ഇറാനിൻ്റെ ആക്രമണം തടയുവാൻ ഇസ്രായേലിനെ സഹായിക്കണം, പിന്തുണയ്ക്കണം. മാത്രമല്ല അവർ ഇസ്രായേലിനോടൊപ്പം ചേരുകയും വേണം. ഇറാൻ്റെ ആണവ ആയുധ പദ്ധതികൾ നിർത്തുവാൻ അവർ ഇസ്രായേലിനോടൊപ്പം ചേരണം. ഈ ബോഡിയിലും സെക്യൂരിറ്റി കൗൺസിലിനും ഏതാനും മാസങ്ങൾക്ക് ഉള്ളിൽ ഞങ്ങൾ ഒരു ചർച്ച നടത്തുവാൻ പോകുന്നു. കാരണം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനായി നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യണം. പതിറ്റാണ്ടുകളായി ഇറാനിൻ്റെ ആണവ പദ്ധതിക്ക് മുമ്പിൽ മുന്നറിയിപ്പ് ഞാൻ നൽകിയിട്ടുണ്ട് ലോകത്തിന് മുമ്പിൽ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രോഗ്രാമിനെ ഒരു ദശാബ്ദത്തോളം വൈകിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർ അത് നിർത്തിയില്ല. ഇറാൻ ഇപ്പോൾ ആണവ പദ്ധതി അടുത്ത ഘട്ടത്തിൽ ആണവ ആയുധമാക്കുവാൻ ശ്രമിക്കുന്നു. എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിനും വേണ്ടി അത് സംഭവിക്കുവാൻ നാം അനുവദിക്കരുത്. അത് സംഭവിക്കാതിരിക്കുവാൻ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ലളിതമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ 2 ഭൂപടങ്ങളിലെ ഏതാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത്? അത് ഇസ്രായേലിനും നമ്മുടെ അറബ് പങ്കാളികൾക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭൂപടമാണ്. അതോ ഇറാനും അതിൻ്റെ പ്രോക്സികളും എല്ലായിടത്തും കൂട്ടക്കൊലയും അരാജകത്വവും വ്യാപിപ്പിക്കുന്ന ശാപത്തിൻ്റെ ഭൂപടമാണോ? ഇസ്രായേൽ ഇതിനോടകം തന്നെ അതിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. അനുഗ്രഹം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മുടെ അയൽക്കാരായ അറബ് വംശജരുമായി സമാധാനത്തിനായി ഞങ്ങൾ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതേസമയം ആ സമാധാനത്തിന് ഭീഷണിയായി ഭീകരശക്തികളോട് തുടർച്ചയായിട്ട് പോരാടുകയാണ്. 1 വർഷത്തോളമായി IDFലെ ധീരരായ പുരുഷന്മാരും സ്ത്രീകളും ഗാസ ഭരിച്ചിരുന്ന ഹമാസിൻ്റെ ഭീകരസേനയെ ആസൂത്രിതമായി തകർത്തു. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് അധിനിവേശം നടന്ന ദിവസം ആ സേനയുടെ എണ്ണം 40,000-ഓളമായിരുന്നു. 15,000-ഓളം റോക്കറ്റുകളും ഉണ്ടായിരുന്നു. ഇത് 350 മൈൽ ഭീകര തുരങ്കങ്ങളും ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് സബ്വേ സംവിധാനത്തെക്കാളും വലിയ തുരങ്ക ശൃംഖലയായിരുന്നു. അവർ ഭൂമിക്ക് മുകളിലും താഴെയും നാശം വിതച്ചു. 1 വർഷത്തിനുള്ളിൽ IDF ഹമാസ് ഭീകരരുടെ എണ്ണത്തിൽ അധികം കൊല്ലുകയും പിടിക്കുകയും ചെയ്തു. അവരുടെ റോക്കറ്റ് ആയുധ ശേഖരത്തിൻ്റെ 90% നശിപ്പിച്ചു. അവരുടെ ഭീകര തുരങ്ക ശൃംഖലയുടെ പ്രധാന ഭാഗങ്ങൾ ഇല്ലാതാക്കി. ശക്തമായ സൈനിക നടപടികളിൽ ഞങ്ങൾ ഹമാസിൻ്റെ എല്ലാ ഭീകരതയും നശിപ്പിച്ചു.
24 ബറ്റാലിയനുകളും അതിൽ 23 നശിപ്പിച്ചു. ഞങ്ങൾ വിജയം പൂർത്തിയാക്കി. ഇപ്പോൾ ഞങ്ങൾ ഹമാസിൻ്റെ ശേഷിക്കുന്ന പോരാട്ട വീര്യമുള്ള ആൾക്കാരെ ഞങ്ങൾ നശിപ്പിക്കുകയാണ്. ഞങ്ങൾ മുതിർന്ന തീവ്രവാദ കമാൻഡർമാരെ വധിക്കുകയും അവശേഷിക്കുന്ന തീവ്രവാദികളെ വീണ്ടും നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പവിത്രമായ ദൗത്യത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞങ്ങളുടെ ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ ഞങ്ങൾ നിർത്തില്ല. ഹമാസ് ഭക്ഷണം മോഷ്ടിക്കുന്നു, എന്നിട്ട് അവർ അതിന് വില കൂട്ടി വിൽക്കുന്നു. സ്വന്തം ആളുകളിൽ നിന്ന് തട്ടി എടുക്കുന്ന പണം കൊണ്ട് അവർ അവരുടെ ഖജനാവ് നിറയ്ക്കുന്നു. അതായത് അവർ മോഷ്ടിച്ചെടുത്ത ഭക്ഷണം അമിത വിലയ്ക്ക് വിൽക്കുകയാണ്. അങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്. ശരി, ഇതും അവസാനിക്കണം. ഞങ്ങൾ അത് അവസാനിപ്പിക്കുവാൻ പ്രവർത്തിക്കുകയാണ്. കാരണം ലളിതമാണ്. കാരണം ഹമാസ് അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അത് വീണ്ടും അത് സംഘടിച്ച് ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് ഹമാസ് പോകണം. ഹമാസ് തുടരണമെന്ന് പറയുന്നവർ അത് യുദ്ധാനന്തര ഗാസയുടെ ഭാഗമാണെന്ന് പറയുന്നവരുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യുദ്ധാനന്തര സാഹചര്യത്തിൽ 1945 പരാജയപ്പെട്ട നാസികളെ പുനരധിവസിപ്പിക്കുന്ന സഹായിക്കുന്ന ആരെങ്കിലും അംഗീകരിക്കുമോ? അത് സാധ്യമല്ല. അത് പരിഹാസമാണ്. അന്നും നടന്നില്ല, ഇന്നും നടക്കുവാനും പോകുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധാനന്തര ഗാസയിൽ ഹമാസിൻ്റെ പങ്ക് ഇസ്രായേൽ നിരസിക്കുന്നത്. ഗാസ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ശ്രമിക്കുന്നത് ആയുധ ശേഖരം ഇല്ലാത്ത, തീവ്രവാദമില്ലാത്ത ഗാസയാണ്. എങ്കിൽ മാത്രമേ ഈ പോരാട്ടം അവസാനിക്കുകയുള്ളൂ. സമാധാനപരമായ സൗഹാർദ്ദത്തിന് പ്രതിജ്ഞാബദ്ധമായ ഗാസയിലെ സാധാരണ ആൾക്കാർക്ക് പിന്തുണയ്ക്കുന്നതിനാണ്. ബന്ദികളെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് എനിക്കൊരു സന്ദേശമുണ്ട്. ബന്ദിയാക്കിയ ആളുകളെ വിട്ടയക്കുക. അവരെല്ലാവരെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ജീവനോടെ തിരികെ നൽകണം. നിങ്ങൾ ക്രൂരമായി കൊലപ്പെടുത്തിയ ആളുകളുടെ മൃതദേഹങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് തിരികെ നൽകണം. ഇന്ന് നമ്മോടൊപ്പമുള്ള ആ കുടുംബാംഗങ്ങൾ ഇസ്രായേലിലെ അവരുടെ മറ്റുള്ളവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വരവിനായി കാത്തിരിക്കുകയാണ്. അവർക്കായി ഒരു വിശ്രമ സ്ഥലം അർഹിക്കുന്നു. അവർക്കായി സങ്കടപ്പെടാൻ ഒരിടം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഈ യുദ്ധം ഞങ്ങളിപ്പോൾ അവസാനിപ്പിക്കാം. ഹമാസ് കീഴടങ്ങുക. ആയുധം താഴെ വയ്ക്കുക. ബന്ദികളാക്കി വച്ചിരിക്കുന്ന എല്ലാവരെയും മോചിപ്പിക്കുക എന്നിവ മാത്രമാണ് സംഭവിക്കേണ്ടത്. പക്ഷേ അതില്ലെങ്കിൽ ഞങ്ങൾ വിജയം നേടുന്നവരെ പോരാടും. അതിനു പകരം വയ്ക്കാൻ ഒന്നുമില്ല. ലെബനനിൽ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ പരാജയപ്പെടുത്തണം. ഹിസ്ബുള്ള ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഭീകര സംഘടനയാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന സംഘടന ഇല്ലാത്ത ഗ്രൂപ്പ് കഴിഞ്ഞാൽ മറ്റ് ഏതൊരു ഗ്രൂപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരെയും ഫ്രഞ്ചുകാരെയും ഹിസ്ബുള്ള കൊലപ്പെടുത്തിയിട്ടുണ്ട്.
ഈ മുറയിൽ പ്രതിനിധീകരിക്കുന്ന പല രാജ്യങ്ങളിലെ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി അത് ഇസ്രായേലിനെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രകോപനവുമില്ലാതെ ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ കൂട്ടക്കൊലയ്ക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഇത് നമ്മുടെ വടക്കൻ അതിർത്തിയിലുള്ള 60,000 ഇസ്രായേലികളെ അവരുടെ വീടുകൾ വിട്ടുപോകുവാൻ നിർബന്ധിതരാക്കി. അവരുടെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി. ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഊർജ്ജസ്വലമായ നഗരങ്ങളെ പ്രേത നഗരങ്ങളാക്കി. അതിനായി ഇതിനെക്കുറിച്ച് തത്തുല്യമായ അമേരിക്കയുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൽബോസയെയും സാന്റിയാഗോയെയും ഭീകരർ പ്രേത നഗരമാക്കിയെങ്കിൽ ഇന്ന് സങ്കല്പിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, അമേരിക്കൻ ഗവൺമെൻറ് എത്ര കാലം അത് സഹിക്കും? ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു ദിവസം പോലും അവരത് സഹിക്കുമോ എന്നെനിക്ക് സംശയമാണുള്ളത്. എന്നിട്ട് ഒരു വർഷത്തോളമായി ഈ അസഹനീയമായ അവസ്ഥ ഇസ്രായേൽ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, മതിയെന്ന് പറയുവാൻ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പൗരന്മാർ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കുകയില്ല. ഒക്ടോബർ 7 മാതൃകയിലുള്ള മറ്റൊരു കൂട്ടക്കൊല നടത്തുവാൻ നമ്മുടെ വടക്കൻ അതിർത്തിയിൽ തമ്പടിച്ചു കിടക്കുന്ന ഒരു ഭീകര സംഘത്തെ ഞങ്ങൾ ഇനി അനുവദിക്കുകയില്ല. ഹിസ്ബുള്ള നമ്മുടെ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പകരം ഹിസ്ബുള്ള ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നീങ്ങി ഞങ്ങളുടെ കമ്മ്യൂണിറ്റികളിലേക്ക് നുഴഞ്ഞു കയറുവാൻ അവർ ഭീകര തുരങ്കങ്ങൾ കുഴിക്കുകയാണ്. നമ്മുടെ പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിവേചനരഹിതമായി തൊടുത്തുവിടുകയും ചെയ്തു. അവർ ഈ റോക്കറ്റുകളും മിസൈലുകളും എല്ലാം തൊടുത്തുവിടുന്നത് ഈ സൈനിക സൈറ്റുകളിൽ നിന്നല്ല. എന്നാൽ അവർ ആ റോക്കറ്റുകൾ സ്കൂളുകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും, അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും, കെട്ടിടങ്ങളിൽ നിന്നും, ലെബനോനിലെ പൗരന്മാരുടെ സ്വകാര്യ വീടുകളിൽ നിന്നും ചെയ്തതിന് ശേഷമാണ് തൊടുത്തുവിടുന്നത്. അവർ സ്വന്തം ജനങ്ങളെ അപകടത്തിലാക്കുന്നു. അവർ എല്ലാ അടുക്കളയിലും മിസൈൽ സ്ഥാപിച്ചു. ഈ ആഴ്ച ലബനനിലെ ജനങ്ങളോട് പറഞ്ഞു, ഹിസ്ബുള്ള നിങ്ങളെ എത്തിച്ച മരണക്കെണിയിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുക. ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിനില്ല. നിങ്ങളുടെ രാജ്യം ഹൈജാക്ക് ചെയ്യും, ഞങ്ങളുടേത് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹിസ്ബുള്ളയുമായി ഞങ്ങൾ യുദ്ധത്തിലാണ്. ഹിസ്ബുള്ള യുദ്ധത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് മറ്റൊരു മാർഗവുമില്ല. ഈ ഭീഷണി നീക്കം ചെയ്യാനും നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനും ഇസ്രായേൽ ഇന്ന് എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. 3 പതിറ്റാണ്ടുകളായി ഇറാൻ്റെ ധനസഹായത്തോടുകൂടി നിർമ്മിച്ച ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും വലിയ ഒരു ശതമാനം ഈ ആഴ്ച തന്നെ IDF നശിപ്പിച്ചു. ഇസ്രായേൽ
രക്തം മാത്രമല്ല, അമേരിക്കയുടെയും ഫ്രഞ്ച് രക്തവും ഒഴുക്കിയ മുതിർന്ന സൈനിക മേധാവികളെയും ഞങ്ങൾ തീർത്തു. എന്നിട്ട് ഞങ്ങൾ അവരുടെ പകരക്കാരെയും തീർത്തു. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുന്നതുവരെ ഞങ്ങൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് തുടരും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാ പരിഷ്കൃത സമൂഹങ്ങളെയും നീക്കം ചെയ്യുന്ന ഭീകരതയുടെ ശാപം നീക്കം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ ഒരു പുതിയ മിഡിൽ ഈസ്റ്റിന് അനുഗ്രഹം യാഥാർത്ഥ്യത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് 4 വർഷം മുമ്പ് അബ്രഹാം ഉടമ്പടിയിലൂടെ നാം തുറന്ന പാത തുടരണം. എല്ലാറ്റിനും ഉപരിയായി ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാനം കൈവരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അബ്രഹാം ഉടമ്പടിയിലൂടെ ഞങ്ങൾ ഇതിനകം കൊണ്ടുവന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് അറേബ്യൻ ഉപദ്വീപിലൂടെ, സൗദി അറേബ്യയിലൂടെ, ആകാശത്തിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ദശലക്ഷക്കണക്കിന് ഇസ്രായേലികൾ വ്യാപാര, ടൂറിസം, സംയുക്ത സംരംഭങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, സൗദി അറേബ്യയുമായിട്ടുള്ള അങ്ങനെയൊരു ബന്ധം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന്. നമ്മുടെ 2 രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് അനുഗ്രഹമാണ്. ഇത് മേഖലയിലൂടെ ഉടനീളം വ്യാപാരവും വിനോദസഞ്ചാരവും വർദ്ധിപ്പിക്കും. മിഡിൽ ഈസ്റ്റിനെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ ഇത് സഹായിക്കും. ഊർജം, ജലം, കൃഷി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ നിരവധി മേഖലകളിൽ നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും സഹകരിക്കാൻ ആകും. അത്തരത്തിലുള്ള ഒരു സമാധാനം ചരിത്രത്തിൻ്റെ യഥാർത്ഥ മുന്നേറ്റമായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അറബ് ലോകവും ഇസ്രായേലും തമ്മിൽ, മുസ്ലിങ്ങൾക്കും ജൂത മതക്കാർക്കുമിടയിൽ, മക്കയ്ക്കും ജെറുസലേമിനും ഇടയിലായി ചരിത്രപരമായ ഒരു അനുരഞ്ജനത്തിന് അത് തുടക്കമിടും. അത്തരത്തിലുള്ള ഒരു സമാധാനം കൈവരിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന്. എങ്കിലും ഇറാൻ അതിൻ്റെ ഭീകരവാദികളും അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇറാൻ നീചമായ പദ്ധതികളെ പരാജയപ്പെടുത്തുവാനുള്ള മാർഗം അനിവാര്യമാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. അത്തരമൊരു സമാധാനം കൈവരിക്കുവാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എങ്കിലും ഇറാനും അതിൻ്റെ ഭീകരവാദികളും അതിനെ ഇല്ലായ്മ ചെയ്യുവാനായി പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇറാൻ്റെ നീചമായ പദ്ധതികളെ പരാജയപ്പെടുത്തുവാനുള്ള മാർഗം അനിവാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമാധാനം കൂടുതൽ വിശാലമായ അബ്രഹാമിക് സഖ്യത്തിന് അടിത്തറ ആകും. ആ സഖ്യം അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ നിലവിലുള്ള അറബ് സമാധാന പങ്കാളികളും സൗദി അറേബ്യയും സമാധാനത്തിൻ്റെ അനുഗ്രഹം തിരഞ്ഞെടുക്കുന്ന മറ്റുള്ളവരും ഇതിൽ ഉൾപ്പെടും. ഇത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഒരു സുരക്ഷയും സമൃദ്ധിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോകത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കുള്ള ആൾക്കാർക്ക് വലിയ നേട്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അമേരിക്ക
അമേരിക്കയുടെ പിന്തുണയും നേതൃത്വവും ഉള്ളതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിൽ തന്നെ ഈ ദർശനം യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് സാധ്യമാക്കുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. നമ്മളും ലോകവും കൈവിട്ടു പോകുവാൻ പാടില്ല. ആ ഒരു കാലഘട്ടമാണിത്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇസ്രായേൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തി സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ശോഭയുള്ള യുഗത്തിലേക്ക് മുന്നേറുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇറാനും അതിൻ്റെ പ്രോക്സികളും അവരുടെ തിരഞ്ഞെടുപ്പ് നടത്തി ഭീകരതയുടെയും യുദ്ധത്തിൻ്റെയും ഇരുണ്ട യുഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നത്? നിങ്ങളുടെ ജനത ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമോ? ജനാധിപത്യത്തിനും സമാധാനത്തിനും ഒപ്പം നിങ്ങൾ നിൽക്കുമോ? അതോ സ്വന്തം ജനതയെ കീഴ്പ്പെടുത്തി ലോകമെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുന്ന ക്രൂരമായ ആ സ്വേച്ഛാധിപതിയായ ഇറാൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കുമോ? നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിന് ഒരു തർക്കവും ഉണ്ടാകരുത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങൾക്ക്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ്. അതെ, ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുകയാണ്. എന്നാൽ അക്രമത്തിലൂടെയും ഭീകരതയുടെയും ഇതുവഴി ഞങ്ങളുടെ ജീവിത രീതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുശത്രുവിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാകരുത്. പക്ഷേ നിർഭാഗ്യവശാൽ പല രാജ്യങ്ങൾക്കും ഈ ഹോളിലും പല രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ട്. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും ചിത്രീകരിക്കുന്നു. നമുക്കെതിരെ വംശഹത്യ നടത്തുവാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ സ്വയം പ്രതിരോധിക്കുമ്പോൾ ഇസ്രായേൽ വംശഹത്യ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ഈ രാജ്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഗാസയിൽ പലസ്തീനികളെ ബോധപൂർവമായി പട്ടിണിയിലാക്കി എന്ന് ICC പ്രോസിക്യൂട്ടർ അസംബന്ധമായി ആരോപിക്കുകയാണ്. അപ്പം നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് ആകരുത്. എന്തൊരു അസംബന്ധമാണ് ഇവർ പറയുന്നത്? ഗാസയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്ഷണങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗാസയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു ദിവസം 3000 കലോറിയെ അധികം സാധാരണക്കാരെ ലക്ഷ്യമിടുന്നുവെന്ന് ഞങ്ങൾക്ക് എതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഒരു നിരപരാധിയും മരിക്കുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതെപ്പോഴും ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ശത്രുക്കൾ സിവിലിയന്മാരെ മനുഷ്യ കവചകമായി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ സിവിലിയന്മാർ
അധികം പേര് മരിക്കാതെ ആ അപകടം കുറയ്ക്കുവാനായി ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരുടെ മരണ നിരക്ക് കുറയ്ക്കുവാൻ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ഒരു സൈന്യവും ചെയ്തിട്ടില്ല. ഞങ്ങൾ വാചക സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന് ഉറപ്പാക്കുവാൻ ദശലക്ഷക്കണക്കിന് ഫോൺ കോളുകളും ചെയ്യുന്നു. ഇസ്രായേൽ ജനാധിപത്യത്തിന് എതിരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിത പുരോഗമനവാദികൾ മാർച്ച് ചെയ്യുമ്പോൾ മറ്റൊരു അഗാധമായ ധാർമ്മികമായ ആശയക്കുഴപ്പം നമ്മൾ കാണുകയാണ്. ഇറാനിലെ പ്രതിഷേധക്കാരെ വെച്ച് വീഴ്ത്തിയ മുടി മറയ്ക്കാത്തതിന് വേണ്ടി ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞ, പൊതു ഇടങ്ങളിൽ വെച്ച് മനുഷ്യരെ തൂക്കിലേറ്റിയവരെ അവർ പിന്തുണയ്ക്കുകയാണ്. ചില പുരോഗമനവാദികൾ US നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ പറയുന്നതിന് അനുസരിച്ച് ഇസ്രായേലിന് എതിരെ പ്രതിഷേധം ചെയ്യുന്ന പലർക്കും വേണ്ടി ഇറാൻ ഫണ്ടും ഇന്ധനവും എല്ലാം വളരെയധികം സഹായം ചെയ്യുന്നു ഇറാൻ. ഈ കെട്ടിടത്തിന് പുറത്തുള്ള പ്രതിഷേധക്കാരിൽ പലരും ഫണ്ട് സ്വീകരിച്ചവരായിരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിത്യ തലസ്ഥാനമായ ജെറുസലേമിൽ ഭരിച്ചിരുന്ന സോളമൻ എന്ന് പറയുന്ന ഒരു രാജാവ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യം പ്രസ്താവിച്ചിരുന്നു. സൂര്യന് കീഴിലുള്ള പുതിയതായി ഒന്നും ഇല്ല. ബഹിരാകാശ യാത്രയും ക്വാണ്ടം ഫിസിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എന്നിവയുടെയും യുഗത്തിൽ അതൊരു തർക്ക വിഷയമായ പ്രസ്താവനയാണെന്ന് ചിലർ വാദിക്കുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം നിഷേധിക്കാൻ ആകാത്തതാണ്. ഐക്യരാഷ്ട്ര സഭയിൽ തീർച്ചയായും പുതിയതായി ഒന്നുമില്ല. എൻ്റെ കാര്യം തന്നെ എടുക്കാം. 1984 UN-ലെ ഇസ്രായേൽ അംബാസഡറായി ഞാൻ ആദ്യമായി ഈ വേദിയിൽ നിന്ന് സംസാരിച്ചത്. അത് കൃത്യം ഇപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ എൻ്റെ കന്യപ്രസംഗത്തിൽ ഈ സഭയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ ഞാൻ സംസാരിച്ചിരുന്നു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ കപടമായ നിർദ്ദേശത്തിന് എതിരെ ഞാൻ ഇസ്രായേലിന് എതിരെ പ്രതിഷേധിക്കുന്നതിന് എതിരെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഐക്യരാഷ്ട്ര സഭയിൽ തീർച്ചയായും ഒന്നും പുതിയതായില്ല. ആരാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത്? ഹമാസ് അല്ല, അബ്ബാസാണ്. പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഇസ്രായേലുമായി സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുവെന്ന് ആരോപിക്കുന്ന ഒരാളാണിത്. എന്നിട്ടും ഒക്ടോബർ 7 ആ ഭീകരമായ കൂട്ടക്കൊലയെ അപലപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇസ്രായേലികളെയും അമേരിക്കക്കാരെയും കൊലപ്പെടുത്തിയ ആ ഭീകരർക്ക് അദ്ദേഹം ഇപ്പോഴും കോടിക്കണക്കിന് പണം നൽകുന്നു. പേ ഫോർ സ്ലേ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എത്രത്തോളം കൊല്ലുന്നുവോ അത്രത്തോളം
പ്രതിഫലം ലഭിക്കും. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനായി ഉള്ള അവകാശത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തിനെതിരെയും അദ്ദേഹം ഇപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത ആ നയതന്ത്ര യുദ്ധം നടത്തുകയാണ്. നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനായില്ലെങ്കിലും നിങ്ങൾക്ക് നിലനിൽക്കാനാവില്ല. 40 വർഷം മുമ്പ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിനെ പുറത്താക്കുവാനുള്ള ക്രൂരമായ പ്രമേയത്തിൻ്റെ സ്പോൺസർമാരോട് ഞാൻ പറഞ്ഞു, മാന്യരെ, നിങ്ങളുടെ മതഭ്രാന്ത് പരിശോധിക്കുക. ഇന്ന് പ്രമേയത്തെ ജാഗ്രമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രസിഡന്റ് അബ്ബാസിനോട് നിങ്ങളോടും ഞാൻ അതേ കാര്യം പറയുന്നു. നിങ്ങളോട് ആ മതഭ്രാന്ത് പരിശോധിക്കുക. ഏക യഹൂദ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമം ഐക്യരാഷ്ട്ര സഭയുടെ ധാർമ്മിക കളങ്കമായി തുടരുകയാണ്. എല്ലായിടത്തും മാന്യരായ ആളുകളുടെ കണ്ണിൽ അത് നിന്ദ്യമാക്കി. എന്നാൽ പലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഈ UN അവരുടെ സ്വന്തം കോടതിയാണ്. എന്തിനും ഏതിനും ഇസ്രായേലിനെ മോശമായി ചിത്രീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു യാന്ത്രിക ഭൂരിപക്ഷം ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഈ ഇസ്രായേൽ വിരുദ്ധമായ ഫാക്റ്റ് ഏത് വിചിത്രമായ ആരോപണത്തിനും ഏത് സമൂഹത്തിലും ഭൂരിപക്ഷം നേടാനാകും. കഴിഞ്ഞ ദശകങ്ങളിൽ ഈ ഹാളിൽ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ പാസാക്കിയ പ്രമേയങ്ങൾ ലോകം മുഴുവനും എതിരെ പാസാക്കിയ പ്രമേയങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ ഇരട്ടിയിലധികമാണ്. 2014 മുതൽ ഈ സംഘം 174 തവണ ഇസ്രായേലിനെ അപലപിച്ചു. ലോകത്തെ മറ്റ് എല്ലാ രാജ്യങ്ങളെ അത് 73 തവണയാണ് അപലപിച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന് 100-ലധികം എന്തൊരു കാപട്യം, അത് എന്തൊരു ഇരട്ടത്തപ്പാണ്, അതെന്തൊരു തമാശയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇസ്രായേൽ മറ്റ് രാഷ്ട്രങ്ങളെപ്പോലെ പരിഗണിക്കപ്പെടുന്നത് വരെ എല്ലായിടത്തും കേവലം പ്രഹസനമല്ലാതെ മറ്റ് ഒന്നുമില്ല. UN-ലെ യഹൂദ വിരുദ്ധത കണക്കെടുക്കുമ്പോൾ UN-ൻ്റെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ ഒന്നായ ICC-ലെ പ്രോസിക്യൂട്ടർ എനിക്കും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിക്കും ജനാധിപത്യ രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും എതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യഥാർത്ഥ കുറ്റവാളികൾ ഇസ്രായേലല്ല, അത് ഇറാനിലാണ്. അവർ ഗാസയിൽ, സിറിയയിൽ, ലെബനോനിൽ, യമനിൽ ഇവിടെയൊക്കെയാണ് അവർ. യുദ്ധ കുറ്റവാളികൾക്കൊപ്പമാണ് അവർ നിൽക്കുന്നത്. നന്മയ്ക്കെതിരെയാണ്, തിന്മയ്ക്ക് ഒപ്പമാണ് അവർ നിൽക്കുന്നത്.
ശാപമായാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ സ്വയം ലജ്ജിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശമുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കും. ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും. കാരണം ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഞങ്ങളുടെ ജനതയെ കൊന്നൊടുക്കിയ കാലത്ത് ആരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല, പ്രതികരിച്ചില്ല. തലമുറകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു രാജ്യമുണ്ട്. ഞങ്ങൾക്ക് ഒരു ധീര സൈന്യമുണ്ട്. സമാനതകൾ ഇല്ലാത്ത ധൈര്യമുള്ള ഒരു സൈന്യം ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ നിത്യത ക്ഷയിക്കുകയില്ല. പുരാതന കാലം മുതലുള്ള യഹൂദ ജനതയുടെ ഇതിഹാസ യാത്രയിൽ ആധുനിക കാലത്തെ കൊടുങ്കാറ്റിലൂടെ പ്രക്ഷുബ്ധതകളിലൂടെയും ആ പുരാതന വാഗ്ദാനങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും നിലനിൽക്കും. ഒരു മഹാകവിയുടെ വാചകം കടമെടുത്താൽ ഇസ്രായേൽ ആ ശുഭരാത്രിയിലേക്ക് മൃദുവായി പോകില്ല. പ്രകാശം മരിക്കുന്നതിനെതിരെ നാം ഒരിക്കലും രോക്ഷാകുലരാകേണ്ടതില്ല. കാരണം ഇസ്രായേലിൻ്റെ വിളക്ക് അത് എന്നേക്കും പ്രകാശിക്കും. ഇസ്രായേൽ ജനത്തോടും ഇസ്രായേൽ പടയാളികളോടും ഞാൻ പറയുന്നു, ധീരമായി നിലകൊള്ളുക. ഇസ്രായേൽ ജനത ഇപ്പോൾ നാളെ എന്നേക്കും ജീവിക്കുമെന്ന്